നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയെങ്കിൽ തെറ്റി. കോവിഡ് നമ്മെ വിട്ടുപോയി എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ എല്ലാവരും. എന്നാൽ നാലാം തരംഗത്തിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അതിനാൽ പ്രതിരോധ നടപടികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഒരു രാജ്യവും തയ്യാറല്ല. പല രാജ്യങ്ങളിലും കോവിഡ് ബൂസ്റ്റർ ഡോസ് അഥവാ മൂന്നാം ഡോസ് വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ഇപ്പോൾ ഇതാ നാലാം ഡോസ് വാക്സിൻ എന്ന കടമ്പയിലേക്ക് കടക്കുകയാണ് ഖത്തർ. ഖത്തറിൽ കോവിഡ് വാക്സിന്റെ നാലാം ഡോസിന് അനുമതി നൽകിയതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2ഉം 3ഉം ഡോസുകളിലൊന്നും കോവിഡ് പ്രതിരോധം ഉറപ്പിക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക മൂലമാകാം നാലാമതൊരു വാക്സിനിലേക്ക് കടന്നിരിക്കുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഗുരുതരമായ മറ്റു രോഗമുള്ളവർക്കും മാത്രമാണ് നാലാം ഡോസ് നൽകുക. അതേസമയം ഗുരുതര രോഗമുള്ളവർക്ക് പ്രായം പോലും നോക്കാതെ തന്നെയാണ് നാലാം ഡോസ് വാക്സിനേഷൻ നൽകുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫൈസർ ബയോഎൻടെക് വാക്സിൻ ആയിരിക്കും നാലാം ഡോസായി നൽകുക. ബൂസ്റ്റർ ഡോസ് അഥവാ മൂന്നാം ഡോസ് സ്വീകരിച്ച് 4 മാസം പൂർത്തിയായവർക്കാണ് നാലാം ഡോസ് എടുക്കാൻ സാധിക്കുക. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് 4 മാസങ്ങൾക്ക് ശേഷം പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് പ്രതിരോധശേഷി ഉറപ്പുവരുത്താൻ ലോകത്ത് പല രാജ്യങ്ങളും നാലാം ഡോസ് വാക്സിൻ നൽകുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ക്യാൻസർ രോഗികൾ, അവയവമാറ്റത്തിന് വിധേയമാവുകയും അതിനെ തുടർന്ന് പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, കഴിഞ്ഞ 2 വർഷത്തിനിടെ മൂലകോശം മാറ്റിവെക്കുന്ന ചികിത്സയ്ക്ക് വിധേയമാവുകയും തുടർന്ന് പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, ചില പ്രത്യേക രോഗങ്ങൾ കാരണം പ്രാഥമികമായ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഗുരുതരമായ HIV രോഗബാധിതർ, പ്രതിരോധശേഷി കുറയ്ക്കുന്ന ചില മരുന്നുകൾ കഴിക്കുന്നവർ, ഗുരുതരമായ വൃക്കരോഗം ഉൾപ്പെടെ ചില അസുഖങ്ങളുള്ളവർ തുടങ്ങിയവർക്കാണ് നാലാം ഡോസ് വാക്സിൻ നൽകുക. നാലാം ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ യോഗ്യരായവർക്ക് 40277077 എന്ന നമ്പറിൽ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനെ ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. എന്നാലും കോവിഡ് പ്രതിരോധത്തിൽ ഒരു പടി കൂടെ മുന്നിലെത്താനുള്ള പരിശ്രമത്തിലാണ് ഖത്തർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.